സാറെ, പാകിസ്ഥാനിലെ മുൻ കരസേനാ മേധാവിയും പ്രസിഡൻറ്റുമൊക്കെയായിരുന്ന പർവേസ് മുഷറഫിൻ്റെ ഇന്ത്യയിലെ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് കേൾക്കുന്നു. യാഥാർത്ഥ്യമാണോ? ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. ബോർഡ് വെച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബാഗ്പട്ട് എന്ന് പറഞ്ഞാൽ പഴയ ചരൺ സിംഗ് ഇല്ലേ, ചരൺ സിംഗിൻ്റെ ഒക്കെ സ്ഥലമാണ്, മണ്ഡലമൊക്കെ ആയിരുന്നു ബാഗ്പട്ട്. ഒരുപാട് തവണ അവിടെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഇങ്ങനെയാണ് ഹിന്ദിയിലുള്ള വാചകം: ഇത് ശത്രുവിൻ്റെ സ്വത്താണ്, എനിമി പ്രോപ്പർട്ടി എന്ന് പറയും. എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചല്ലോ, ആ സമയത്ത് ഇവിടുന്ന് കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയല്ലോ, അതെ, അവരുടെ സ്ഥലം ഇവിടെ കിടക്കും. അതിനാണ് ഈ എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വിഭജന കാലത്ത് ഓടിപ്പോയവരുടെ വസ്തു. അപ്പോൾ ഇത് എനിമി പ്രോപ്പർട്ടിയാണ്. പ്ലോട്ട് നമ്പർ 1078, പ്ലോട്ട് നമ്പർ 1078, കൊട്ടാന, ബംഗർ ഗ്രാമം, ബട്ടെത്ത് തഹസിൽ, ബാഗ്പട്ട് ജില്ല. ഈ ഓപ്ഷൻ വഴി വിൽപ്പനയ്ക്ക്. ഇതാണ് ബോർഡിൽ കാണുന്നത്, ആ സ്ഥലത്തിൻ്റെ മുമ്പിലുള്ള ബോർഡിൽ. ഇത് ശരിക്കും ആ നഗര കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക്. 13 ബിഘ സ്ഥലമാണ് വിൽപ്പനയ്ക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏക്കറൊക്കെയാണല്ലോ നമുക്കറിയാം, ബിഘ അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മുഗൾ കാലത്തെ ചരിത്രമൊക്കെ നോക്കിയാൽ ഇത്ര ബിഘ സ്ഥലം മറ്റേ ആൾക്ക് കൊടുത്തു. ഇപ്പം നെഹ്റുവിൻ്റെ പ്രപിതാമഹനൊക്കെ മുഗൾ കാലത്ത് ഇത്ര ബിഘ സ്ഥലം കൊടുത്തു, ഡൽഹിയിൽ കൊടുത്തു എന്നൊക്കെയാണ് കാണുക. മുഷറഫിൻ്റേതായിട്ട് മുഷറഫിൻ്റെ പൂർവികരുടെ എന്ന് പറയുന്നതാണ് ശരി, പൂർവികരുടെ സ്വത്ത് 13 ബിഘ ആണ് വിൽക്കുന്നത്. അത് 8.123 ഏക്കർ വരും. 8 ഏക്കർ സ്ഥലമാണ് വിൽക്കാനുള്ളത്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച പാതിരാ വരെ ഈ ഓപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അവസരമുണ്ട്. അതാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. മുഷറഫിൻ്റെ പൂർവികരുടേതാണ് എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പറയുണ്ടായി. പൂർവികർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്പുറത്തേക്കൊന്നും പോണ്ട, ബാപ്പ ഉമ്മ അത്രയൊക്കെ ഉള്ളൂ. അത് നീളചരിത്രം പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മുഷറഫിൻ്റെ പേരിലല്ല സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ, അച്ഛൻ ബാപ്പയുടെ പേരിലാണ്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ബറോത്തിലെ അമർ വർമ്മ പറഞ്ഞു, അത് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ. ഇവർ ഈ ബാഗ്പട്ടിൽ നിന്ന് ഈ മുഷറഫിൻ്റെ ബാപ്പയും ഉമ്മയും ഡൽഹിയിലേക്ക് മാറിയിരുന്നു. ബാപ്പയുടെ പേര് സയ്യദ് മുഷറഫ് ഉദ്ദീൻ, ഉമ്മ സരീൻ ബീഗം. അവർ രണ്ടുപേരും ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗ്രാമം ഉണ്ടല്ലോ കൊട്ടാന, ബാഗ്പട്ടിലെ, അവിടെയാണ് താമസിച്ചിരുന്നത്. മുഷറഫ് ജനിച്ചത് ഡൽഹിയിലാണ്. ദാര്യഗഞ്ചിലെ നെഹർവേലി ഹാവേലിയിൽ ആണ് ജനിച്ചത്. ദാര്യഗഞ്ച് എന്ന് പറയുന്നത് ഓൾഡ് ഡൽഹിയാണ്, പഴയ ഡൽഹി. അവിടെ ഗോൾച്ച സിനിമയുടെ അടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഈ ഗോൾച്ച സിനിമ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്, തിയേറ്റർ, ഈ ഗോൾച്ച. ഞാൻ വണ്ടിയിൽ പോയി ഗോൾച്ചയുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാധാരണ താമസിക്കുന്ന ഒരു സ്ഥിരം ഹോട്ടൽ മുറി. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ ദാര്യഗഞ്ചിലാണ് ധാരാളം പുസ്തകങ്ങൾ കിട്ടുക, ഓൾഡ് ഡൽഹി, ഈ ദാര്യഗഞ്ച്. അപ്പോൾ അവിടെ ഈ പുസ്തകം നോക്കാനൊക്കെ പോകുന്നതാണ്. രാവിലെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാം. ചെറിയ വിലയ്ക്ക് പഴയ പുസ്തകങ്ങളൊക്കെ ധാരാളം, ഒരുപാട് പുസ്തകം കിട്ടും അല്ലേ? ഒരുപാട് കിട്ടും. അങ്ങനത്തെ പഴയ ഡൽഹി ബുക്ക് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊട്ടാരം പോലത്തെ പുസ്തകശാലകൾ, സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ദരിയാഗഞ്ചിൽ, ഓൾഡ് ഡൽഹി. ഈ ഗോൾച്ച സിനിമയുടെ അടുത്താണ് ഇവരുടെ ഡൽഹിയിലെ വീടുണ്ടായിരുന്നത്.
ബാപ്പയ്ക്ക് കൊട്ടാനയിൽ വീടുണ്ടായിരുന്നു മുഷറഫിൻ്റെ. അത് പക്ഷേ ആ വീട് പ്രാദേശിക ഈ നാട്ടുകാരൊക്കെ ഒരു പാകിസ്ഥാനിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതവർ സ്വന്തമാക്കി നാട്ടുകാർ. ഈ അമ്മാവൻ ഹുമയൂൺ, മുഷറഫിൻ്റെ അമ്മാവൻ ഹുമയൂൺ കൊട്ടാനയിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു വിഭജനത്തിന് ശേഷം, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം. പാകിസ്ഥാനിൽ പോയില്ല. അയാളുടെ ഭൂമി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വിറ്റിട്ട് രാജ്യം വിട്ടു, ഇന്ത്യ വിട്ടു. ആ സ്ഥലം ഇന്ത്യ ഈ ശത്രുസ്ഥലമായിട്ട് തന്നെ എനിമി പ്രോപ്പർട്ടി ആയിട്ട് പിന്നീട് എടുത്തു. ആ സ്ഥലം ഈ ശത്രു എനിമി പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നതിനൊക്കെ കേന്ദ്രം കസ്റ്റോഡിയനെ വെച്ചിട്ടുണ്ട്. ഈ വഖഫ് പ്രോപ്പർട്ടീസിനൊക്കെ ഉള്ളതുപോലെ തന്നെ എനിമി പ്രോപ്പർട്ടീസിനും കസ്റ്റോഡിയനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇത് എന്താണ് ചെയ്യേണ്ട വസ്തു എന്ന് ആലോചിക്കുക. ഇതിപ്പോൾ കുറേ വർഷങ്ങളായില്ലേ, ഇപ്പോഴാണ് ഇത് ലേലം ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത്. 10 കൊല്ലം ഈ സ്ഥലം പാട്ടത്തിന് കൊടുത്തിരുന്നു വേറെ ആളുകൾക്ക് പലതും ചെയ്യാൻ. കാരണം 8 ഏക്കർ ഉണ്ടല്ലോ വസ്തു, കൃഷി ചെയ്യാനും ഒക്കെ ആയിട്ട് പാട്ടത്തിന് കൊടുത്തിരുന്നു. അത് 3 വർഷം വീതം ഒക്കെയാണ് പുതുക്കി കൊടുക്കുന്നത് എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ ഗ്രാമപ്രധാൻ മുദീൻ ഖാൻ എന്ന് പറഞ്ഞ ആളാണ് ഈ വിവരം മാധ്യമങ്ങളോടൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥലം പാട്ടത്തിനെടുത്തവരവിടെ ജമന്തി, ഗോതമ്പ്, നെല്ല് ഇങ്ങനെ പലതും കൃഷി ചെയ്തിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ വസ്തു പാട്ടത്തിന് കൊടുത്തില്ല, സർക്കാർ വിൽക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം നാട്ടുകാർക്കറിയില്ല. പക്ഷേ 2 ആഴ്ച മുമ്പാണ് അവിടെ പോസ്റ്റർ വന്നത്, വിൽക്കുന്നു ഈ ഓപ്ഷൻ വഴി. 2001 ജൂലൈയിൽ ഉദ്യോഗസ്ഥർ ഈ സ്ഥലമൊക്കെ കാണാൻ വന്നതായിട്ട് നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. ഒരു വേനലിലാണ് വന്നത്, 2001 വേനലിൽ. മുഷറഫ് ഇന്ത്യയിൽ ഒരിക്കൽ വന്നല്ലോ, ഇന്ത്യ വന്നിരുന്നു, ആഗ്രയൊക്കെ പോയി അപ്പോൾ അന്ന് ആഗ്ര കാണിച്ചു കൊടുത്തത് ഇപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള KK മുഹമ്മദ് താജ്മഹൽ. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം KK മുഹമ്മദിനെ കൊണ്ട് ആ അനുഭവം, ഞാനന്ന് ദ വീക്കിൽ ജോലിയാണ്, മുഹമ്മദിനെ കൊണ്ട് ആ അനുഭവം എഴുതിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് മുഷറഫിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ മുഹമ്മദിൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുത്തിരുന്നു. മുഷറഫ് അങ്ങനെ വന്നപ്പോൾ ഉമ്മയുടെ കൂടെ ഈ കൊട്ടാന ഗ്രാമം അവരുടെ സ്ഥലമൊക്കെ കാണാൻ വന്നിരുന്നു. പഴയ വീടുണ്ടോ എന്നൊക്കെ നോക്കി വന്നിരുന്നു. ഇവരെ കാണാനായിട്ട് ഗ്രാമവാസികളെയൊന്നും അനുവദിച്ചില്ല. അതുവരെ ഗ്രാമവാസികൾക്ക് അറിയില്ലായിരുന്നു മുഷറഫിൻ്റെ വീട് അവിടെ ആയിരുന്നു എന്നുള്ള കാര്യം. കോട്ടാനിൽ 14,000 പേരാണ് ഗ്രാമത്തിൽ ജനസംഖ്യ ജീവിക്കുന്നത്. 200 കൊല്ലം ഈ ഇവരുടെ പൂർവികർക്ക് അവിടെ സ്വത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് ചരിത്രപരമായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ലഖിബൻജാരയുടെ ബറാദറി ദർവാസ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ. 12 വാതിൽ ഉള്ള ഒരു സ്ഥലം, അതാണ് ബറാദറി ദർവാസ. പിന്നെ ഒരു പഴയ കിണർ, വലിയ കിണർ അതിൻ്റെ അകത്തുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നും മിക്കവാറും ആളുകളൊക്കെ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി. ഇപ്പോൾ ഉള്ള ആളുകൾ കരിമ്പ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. 100 വയസ്സുള്ള ഒരു ഇദ്രിസ് ഖാനും ഈ പഴയ ഓർമ്മകളൊക്കെ ഈ അമ്മാവനൊക്കെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഈ 100 വയസ്സുള്ള ഇദ്രിസ് ഖാനാണ് അവിടെ ഇപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾ ഈ കൊട്ടാനയിൽ. അപ്പോൾ ഈ പഴയ പല ഓർമ്മകളും ഉണ്ടല്ലോ അല്ലേ, ഈ മുഷറഫ് ഇവിടെയാണ് ജീവിച്ചത്, ഇവിടുത്തെ ഒരു വസ്തു ഉണ്ട്, അല്ല ഇവിടെ താമസിച്ചിരുന്ന വീടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഗ്രാമവാസികൾക്ക് തന്നെ ഇപ്പം പലപ്പോഴും പുതിയ അറിവായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വിൽക്കുന്നു എന്ന് പറഞ്ഞ് ബോർഡൊക്കെ, കാരണം അത് ഇതുവരെ പാട്ടത്തിനൊക്കെ കൊടുക്കുകയായിരുന്നല്ലോ. അപ്പം മുഷറഫിൻ്റെ പൂർവിക കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞല്ലല്ലോ കൊടുക്കുന്നത്. അല്ല, ഈ കസ്റ്റോഡിയൻ, സർക്കാരിൻ്റെ കസ്റ്റോഡിയൻ തന്നെയാണ്, സർക്കാർ ഭൂമി എന്നുള്ളതിലേക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോയവരുടെ വിശാലമായ സ്ഥലങ്ങൾ അവിടെ ഉണ്ടാകാം അല്ലേ, പക്ഷേ ഇത്രയും കാലം വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ അത് വിറ്റ് മാറ്റിക്കൂടായിരുന്നു ഇന്ത്യൻ സർക്കാരിന്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ
മുംബൈയിൽ ജിന്നയുടെ പ്രോപ്പർട്ടിയൊക്കെ എനിമി പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് എടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മുഹമ്മദ് അലി ജിന്നയുടെ. ജിന്ന അവിടെ പോയി രാഷ്ട്രപിതാവായല്ലോ. അതെ. അവർക്ക് 14-ാം തീയതി ആണ് സ്വാതന്ത്ര്യ ദിനം. അന്ന് ആ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്ന ഇത് അങ്ങനെ രണ്ടായിട്ട് വെച്ചത് 14-15 മൗണ്ട് ബാറ്റൻ ആയിരുന്നല്ലോ അതെ ഇത് തീരുമാനിച്ചതും. പിന്നെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റനാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ അവിടെ പോയി പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യ ദിനത്തിന്. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരിക. അതാണ് 14-15. 2 ദിവസമായിട്ട് പുള്ളിക്ക് പങ്കെടുക്കാൻ 2 ദിവസം ആയിട്ട് പങ്കെടുക്കാനാണ് അന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയവര് ഇവരുടെ സ്ഥലമൊക്കെ പോവുക എന്നറിഞ്ഞിട്ട് ഈ എനിമി പ്രോപ്പർട്ടി കേസ് കൊടുത്തതൊക്കെ ഞാൻ കുറേ രേഖകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കേസ് മലപ്പുറത്തു നിന്നും കണ്ടിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വന്നിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. അതായത് ഇവിടുന്ന് സ്ഥലം പോവും എന്ന് കാണുമ്പോൾ ചില ആളുകൾ ഇവിടെ തിരിച്ചു വന്നിട്ട് കോടതിയിലൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റു രാജ്യത്തെ പൗരന് വന്ന് കേസ് കൊടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു ഈ പാകിസ്ഥാൻ്റെ കാര്യം പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പൗരത്വം സംബന്ധിച്ച ഭാഗത്ത് എങ്ങനെയാണ് പൗരത്വം ഉണ്ടാവുക. അപ്പോൾ ഈ സ്ഥലം കെട്ടിടം പറമ്പൊക്കെ ഏറ്റെടുക്കുന്നുള്ളത് കണ്ടിട്ട് ചില ആളുകൾ അവിടെ പോയവർ തിരിച്ചു വന്നിട്ട് ഇവിടെ കേസ് കൊടുക്കുകയാണ്. ഞാൻ അവിടെ എൻ്റെ ബന്ധുക്കളുടെ വീട് അവിടെ ഉണ്ട്, അത് സ്വാഭാവികമാണല്ലോ. അതെ. അപ്പം ഞാൻ അവിടെ ഒരു വിവാഹത്തിന് പോയതാണ്, ചികിത്സയ്ക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പെട്ടുപോയി കേസുകൾ ചിലത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും കോടതികൾ അനുവദിച്ചു കൊടുക്കുകയുണ്ടായില്ല. പിന്നീട് ഈ സ്ഥലം കൈവശപ്പെടുത്താനും തിരിച്ചു വന്ന് താമസിക്കാനും പോയവർ തിരിച്ചു വന്ന് താമസിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും ആ കാലത്ത് കോടതികൾ അനുവദിച്ചില്ല. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയവരെ സംബന്ധിച്ചിട്ട് പൗരത്വത്തിൻ്റെ ഒരു കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഈ CAA കേസൊക്കെ ഇപ്പോൾ ഹാരിസ് ബീരാനൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ കോടതിയിൽ, മുസ്ലിം ലീഗും ഒക്കെ. അതൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു മലപ്പുറം കേസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതുപോലെ ഒരു തൊടിന്യായം പറഞ്ഞ് വന്ന ഒരു റഹ്മത്തുള്ള എന്ന് മറ്റേ പറഞ്ഞ ഒരാളുടെ കേസ് അതിൻ്റെ അകത്തുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഈ മുഷറഫിനെ കുറിച്ച് ഇത്തരത്തിൽ രസകരമായൊരു വാർത്ത അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും ആ വസ്തു ഇനി വാങ്ങിച്ചാൽ തന്നെ അതും വീണ്ടും ഒരു വാർത്തയായി മാറുകയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അന്നും ഇത് ചർച്ച ചെയ്യേണ്ടി വരും. അത് വാങ്ങുന്ന ആളുടെ ജീവിതം ഒരു വസ്തുനിഷ്ഠ ജീവിതമായിരിക്കും എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.